ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് ജോ ബൈഡന്റെ ഭരണകൂടം നൽകുന്ന അചഞ്ചലമായ പിന്തുണ പുനഃപരിശോധിക്കണമെന്ന് യു.എസ്. ഫെഡറൽ കോടതി. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് യു.എസ്. പ്രസിഡന്റും ഭരണകൂടത്തിനും പങ്കുണ്ടെന്നാരോപിച്ച് ഫയൽ ചെയ്ത കേസിൽ വിധി പറയുകയായിരുന്നു കാലിഫോർണിയയിലെ കോടതി. യു.എസിന്റെ വിദേശ നയത്തിൽ ഇടപെടാനാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നതെന്നും ഇത് തന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടി യു.എസ്. ജില്ലാ കോടതി ജഡ്ജി ജെഫ്രി വൈറ്റ് ബൈഡനെതിരായ കേസ് തള്ളി. എങ്കിലും ഗാസയിലെ പലസ്തീനികൾക്കെതിരായ സൈനിക നടപടിയിൽ യു.എസ്. നൽകുന്ന അനിയന്ത്രിതമായ പിന്തുണയുടെ ഫലങ്ങൾ പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി കോടതി വിധി പ്രസ്താവനയിൽ പറഞ്ഞു. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം വംശഹത്യയ്ക്ക് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. യു.എസിലെ പലസ്തീനി മനുഷ്യാവകാശ സംഘടനകളും പലസ്തീനി വ്യക്തികളുമാണ് യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡൻ, സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. വംശഹത്യ നടക്കുന്നുണ്ടെന്ന് ജഡ്ജി അംഗീകരിച്ചുവെന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തന്റെ ഇരു കൈകളും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണെന്നും പലസ്തീനികളുടെ അറ്റോർണി അഹമ്മദ് അബൂ ഫോൽ പറഞ്ഞു. ഹമാസ് ഇസ്രയേൽ ബന്ദിമോചന ചർച്ച അതിനിടെ വിജയത്തിലേക്ക്. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ചയോട് ഹമാസിന്റെ പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. കരാർ നിർണായക ഘട്ടത്തിലാണെന്ന് അമേരിക്കയും പ്രതികരിച്ചു. 1 മാസം മുതൽ 1.5 മാസം വരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്നുവരുന്ന ചർച്ചകളുടെ തുടർച്ചയാണ് പുതിയ നീക്കം. ഖത്തറിന് പുറമെ ഈജിപ്തും യു.എസും ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ ചർച്ചയുടെ തീരുമാനം പുറത്തുവരുമെന്നാണ് സൂചന. അല്പം മുൻപ് ചേർന്ന ഇസ്രയേൽ മിനി ക്യാബിനറ്റിൽ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവരേണ്ടതുണ്ട്. ഒരു ബന്ദിക്ക് 100 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നാണ് കരാറിലെ നിർദ്ദേശമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ 40 ബന്ദികളായിരിക്കും കൈമാറുക. ഇതിനു പകരമായി ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന 4000-ഓളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കേണ്ടി വരും. 131 ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത്. അതിനിടെ ഗാസയിൽ നിന്ന് 8000-ലധികം പേരെ അടിയന്തര ചികിത്സയ്ക്കായി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും മറ്റും രോഗികൾക്കുമുള്ള ചികിത്സാ സൗകര്യം ഗാസയിൽ പരിമിതമാണ്. ഈജിപ്തിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ രോഗികളെ മാറ്റൽ അത്യാവശ്യമാണെന്ന് പലസ്തീനിലെ WHO പ്രതിനിധി റിച്ചാർഡ് പീപ്പർകോൺ പറഞ്ഞു. 6000-ഓളം പേർക്ക് ഇസ്രയേലിന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റത്. മറ്റുള്ള 2000 പേർ വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ്. യുദ്ധം ആരംഭിച്ച ശേഷം 1243 രോഗികളെയും 1025 കൂട്ടിരിപ്പുകാരെയുമാണ് ഈജിപ്ത് അതിർത്തിയിലെ റഫ വഴി ചികിത്സയ്ക്ക് അയച്ചത്. ഇതിൽ 790 പേർ യുദ്ധത്തിൽ പരിക്കേറ്റവരായിരുന്നു. ഈജിപ്തും മറ്റു പല രാജ്യങ്ങളും രോഗികളെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഇവരെ മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറവാണെന്ന് റിച്ചാർഡ് വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ ജനുവരിയിൽ ഇത്തരത്തിലുള്ള 15 ദൌത്യങ്ങളാണ് WHO ആസൂത്രണം ചെയ്തത്. എന്നാൽ ഇതിൽ 3 മാത്രമാണ് പ്രാവർത്തികമായത്. ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ 4 ദൌത്യങ്ങൾ തടസ്സപ്പെട്ടു. 1 മാറ്റിവെക്കുകയും 8 നിരസിക്കുകയും ചെയ്തു. തെക്കൻ ഗാസയിൽ 11 ദൌത്യങ്ങളാണ് ആസൂത്രണം ചെയ്തത്. ഇതിൽ 4 നടപ്പായി. 2 ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം മുടങ്ങി. 3 ദൌത്യങ്ങൾ നിരസിക്കപ്പെടുകയും ചെയ്തു. ഗാസയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെയും മാനുഷിക ഇടനാഴികളുടെയും അഭാവം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണെന്നും റിച്ചാർഡ് പീപ്പർകോൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.